الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت اللهم إنا نعوذ بك من منكرات الأخلاق والأهواء والأدواء رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الآداب العشرة എന്ന ചെറിയൊരു കൃതിയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മര്യാദയായി മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവർ പാലിക്കേണ്ട അദബിനെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സലാം പറയേണ്ടതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. സലാമിന്റെ മറ്റൊരു അദബായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, യുസല്ലിമു റാകിബു അലൽ മാശി വൽമാശി അലൽ ഖാഇദ് വൽഖലീലു അലൽ കസീർ. വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ നടക്കുന്നവനോടും അതുപോലെ നടന്നു പോകുന്നവൻ ഇരിക്കുന്നവനോടും അവർ സലാം പറയണം. മറ്റൊരു റിവായത്തിൽ കാണാം, യുസല്ലിമു സഗീറു അലൽ കബീർ. പ്രായം കുറഞ്ഞവർ അവർ മുതിർന്നവരോട് സലാം പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇവിടെ സലാം പറയേണ്ടതിന്റെ മറ്റൊരു മര്യാദയാണ് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ സലാമിന്റെ ആ ക്രമം അതപ്രകാരം ശർആക്കപ്പെടാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. കാരണം വാഹനത്തിൽ പോകുന്നവൻ അവന്റെ മനസ്സിലേക്ക് ചിലപ്പോൾ അഹങ്കാരമോ അതല്ലെങ്കിൽ ഒരു അഹംഭാവമോ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അവൻ വാഹനത്തിലൂടെ പോകുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ നടന്നു പോകുന്നത് കാണുമ്പോൾ താൻ എന്തോ ഒരു വലിയ സംഭവമാണ്, അതല്ലെങ്കിൽ തന്റെ മനസ്സിലേക്കൊരു അഹംഭാവം കയറി വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നടന്നു പോകുന്ന ആളുകളോട് വാഹനപ്പുറത്തുള്ളവൻ സലാം പറയണമെന്ന് ശർആക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇരിക്കുന്നവരോട് നടന്നു വരുന്നവൻ സലാം പറയണമെന്ന് കൽപ്പിക്കാനുള്ള, അത് ശർആക്കാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നു. ഒരാൾ ഇരിക്കുകയാണ്, ആ ഇരിക്കുന്ന ആളിലേക്ക് കടന്നു വരുന്നവൻ, അവനിലേക്ക് ഓടി വരുന്നവൻ അവനെ ഉപദ്രവിക്കുമോ അവനെ ആക്രമിക്കുമോ എന്നൊക്കെ അവന് ഭയമുണ്ടാകും. എന്നാൽ വരുന്ന വ്യക്തി അവൻ സലാം പറഞ്ഞുകൊണ്ടാണ് വരുന്നതെങ്കിൽ അവന് അതൊരു നിർഭയത്വമാണ്. കാരണം സലാം എന്ന് പറയുന്നത് അത് സമാധാനത്തിന്റെ, രക്ഷയുടെ, ഇണക്കത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആൾ അവനിലേക്ക് കടന്നു വരുന്ന ആളെ കുറിച്ച് എപ്പോഴും ഒരു ഭയപ്പാടുള്ളവനായിരിക്കും. അവൻ സലാം പറഞ്ഞുകൊണ്ടാണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഭയപ്പാടുകൾ നീങ്ങുന്നതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ മറ്റൊരു കാരണമായി പറഞ്ഞതായി കാണാം, റോഡിൽ ഇരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്നവരോട് സലാം പറയുക എന്നുള്ളത് എളുപ്പമാണ്. കാരണം ഇരിക്കുന്നവർ നടക്കുന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. എന്നാൽ റോഡിലൂടെ നടന്നു പോകുന്ന എല്ലാവരോടും ഇരിക്കുന്ന ആളുകൾ സലാം പറയണമെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടാണ് നടന്നു പോകുന്ന ആളുകൾ ഇരിക്കുന്നവരോട് സലാം പറയണമെന്ന് ശർആക്കപ്പെട്ടത്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ, വലിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണം എന്ന് പറയാനുള്ള കാരണം ധാരാളം ആളുകൾ, ആ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരോടുള്ള ഹക്കുകൾ, ബാധ്യതകൾ അത് കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ സംഘം അവർ വലിയ സംഘത്തോടാണ് സലാം പറയേണ്ടത്. അതുപോലെ തന്നെ ചെറിയവർ വലിയവരോടും സലാം പറയണം. കാരണം ഇസ്ലാം ദീനിൽ വലിയ ആളുകൾ, മുതിർന്നവർ, പ്രായമുള്ളവർ അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവർ ബഹുമാനിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ പ്രായം കുറഞ്ഞ ആളുകൾ പ്രായമുള്ളവരോട് സലാം പറയണം. ഇതാണ് ഇസ്ലാമിൽ സലാമിന്റെ പറയേണ്ടതിന്റെ ക്രമം, ഇങ്ങനെയാണ്. എന്നാൽ ഒരേ അവസ്ഥയിലുള്ള ആളുകളാണെങ്കിലോ, രണ്ടാളുകളും നടന്നു പോകുന്നവരാണ്, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, വൽ മാശിയാനി അയ്യുഹുമാ ബദഅ ഫഹുവ അഫ്ളു. നടന്നു പോകുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ അവരിൽ ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാണ് കൂടുതൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ, അവനാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു. ഒരിക്കൽ റസൂലിനോട് ചോദിക്കുകയാണ്, അർറജുലാനി യൽതഖിയാൻ, രണ്ടാളുകൾ അവർ പരസ്പരം കണ്ടുമുട്ടുകയാണ്, അയ്യുഹുമാ യബ്ദഉ ബിസ്സലാം, അവരിൽ ആരാണ് സലാം കൊണ്ട് തുടങ്ങേണ്ടത്, ആരംഭിക്കേണ്ടത്?
റസൂലുള്ളാഹി പറഞ്ഞു ഔലാഹുമാ ബില്ലാഹ്, അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുത്തവർ, അള്ളാഹുവിന്റെ റഹ്മത്ത് നേടാൻ അതിലേക്ക് മുന്നിട്ടവൻ, അഥവാ ആദ്യം ആരാണോ സലാം പറയുന്നവൻ അവനാണ് അള്ളാഹുവുമായി ഏറ്റവും അടുത്തവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് തന്നെ മഹാനായ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തെ കുറിച്ച് പിൽക്കാലത്ത് വന്ന ആളുകൾ അവർ രേഖപ്പെടുത്തിയതായി കാണാം. മാ കാന അഹദുൻ യബ്ദഉ ഇബ്നു ഉമർ ബിസ്സലാം, ആർക്കും ഇബ്നു ഉമറിനോട് അങ്ങോട്ട് സലാം പറയാൻ കഴിയാറില്ലായിരുന്നു. കാരണം അദ്ദേഹം ആളുകളെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയാൻ അങ്ങോട്ട് ധൃതിപ്പെടുമായിരുന്നു, അദ്ദേഹം അതിൽ മത്സരിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. അപ്പോൾ ഈ സലാമിന്റെ ഈ ക്രമം, സലാം പറയുന്നതിനുള്ള ഈ വ്യവസ്ഥാപിതമായ ക്രമം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ട്. ഒന്നാമത്തെ ഹിക്മത്ത് എന്താണ്? ആരാണ് സലാം പറയേണ്ടത്, ആരാണ് സലാം കൊണ്ട് തുടങ്ങേണ്ടത് എന്ന വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയില്ലാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ആ വിഷയത്തിൽ ഭിന്നതയുണ്ടായാൽ അവർ സലാം പറയാൻ മടി കാണിക്കുകയും ആ സലാം അത് വ്യാപിക്കാതിരിക്കാൻ കാരണമാവുകയും അതുവഴി മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഇണക്കവും സ്നേഹവും എല്ലാം അതിൽ കുറവ് വരാനും അത് കാരണമാകും. അതുകൊണ്ട് ഇസ്ലാമിലെ സലാം പറയുന്നതിനുള്ള ആ കൃത്യമായ ക്രമം, അതിന് പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വ്യക്തമായ ഹിക്മത്തുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് സലാമുമായി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത മര്യാദ. ഇതിനോട് ചേർത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട്, ചെറിയ മക്കളോട് അവിടുന്ന് ധാരാളമായി സലാം പറയാറുണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ അലാ ഗിൽമാനിൻ ഫസല്ലമ അലൈഹിം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് സലാം പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളുടെ വീടുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അവരുടെ മക്കളൊക്കെ റസൂലിന്റെ ചുറ്റും അവർ ഇങ്ങനെ വലയം വെക്കും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ തല ഇങ്ങനെ തടവുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവരോട് സലാം പറയുകയും ചെയ്യാറുണ്ട് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ വിശിഷ്ടമായ സ്വഭാവങ്ങളും അവിടുത്തെ ഗുണങ്ങളുമാണ് ഈ ഹദീസിലൂടെയെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. അവിടുന്ന് അങ്ങേയറ്റം വിനയമുള്ളവരായിരുന്നു. ചെറിയ മക്കളോട് പോലും സലാം പറയാൻ, അവരുടെ തലയിൽ തലോടുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമയവും സന്ദർഭങ്ങളും മാറ്റിവെച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ മക്കൾ, അവരെ ഇസ്ലാമിന്റെ തർബിയത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ സംസ്കാരവും അതുപോലെ തന്നെ അവരുടെ സംസാരങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അതെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇസ്ലാമികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ചില ആളുകൾ എന്ത് പറയും, അവൻ ചെറിയ കുട്ടിയല്ലേ, അവന് കുറച്ച് കളിക്കട്ടെ എന്നൊക്കെ പറയും. ചെറുപ്പത്തിൽ തന്നെ വളരെ വൃത്തികെട്ട വാക്കുകൾ പറയും, അതുപോലെ സംസ്കാരശൂന്യമായ വാക്കുകൾ പറയും. അപ്പോഴൊന്നും രക്ഷിതാക്കൾ എതിർക്കുന്നില്ല. കാരണം എന്താണ്, അവൻ ചെറിയ മകനല്ലേ എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. മറിച്ച് ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമികമായ മര്യാദകൾ, ആദാബുകൾ അവരെ പഠിപ്പിക്കുകയും അത് ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ മക്കളോട് അങ്ങോട്ട് സലാം പറയുകയാണ്. എന്തിനു വേണ്ടിയാണത്? അതവർ ശീലിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതത്തിൽ ആ സലാം അത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ചെയ്തിട്ടുള്ളത് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ താബിഈ സാബിത്ത് ബിൻ ബുനാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മറ അലാ സിബിയാനിൻ ഫസല്ലമ അലൈഹിം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം കുട്ടികൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം അവരോട് സലാം പറയും. എന്നിട്ട് അദ്ദേഹം പറയാറുണ്ട്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ സഹാബത്ത് ആ റസൂലിനെ അനുധാവനം ചെയ്ത ആളുകളാണ്. റസൂലുള്ളാഹി എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിയത്, നടപ്പിൽ വരുത്തിയത് എന്ന് അവിടുന്ന് ഒപ്പിയെടുക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തവരാണ് സഹാബത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അൻബസ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, റഅയ്തു ഇബ്നു ഉമറ യുസല്ലിമു അല സിബിയാനി ഫിൽ കുത്താബ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെറിയ മക്കളോട്, കുത്താബ് എന്ന് പറഞ്ഞാൽ മദ്രസകൾ, ചെറിയ പാഠശാലകൾ, അവിടെ പഠിക്കുന്ന ചെറിയ മക്കളോട് അദ്ദേഹം സലാം പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഈ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലുള്ള മക്കളുണ്ടാകും, നമ്മുടെ സഹോദരന്മാരുടെ മക്കളുണ്ടാകും, അതല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളായ മക്കളൊക്കെ ഉണ്ടാകും. അവരെ കാണുമ്പോൾ നമ്മൾ അവരോട് സലാം പറയുക. ഈ ഒരു അദബ് അവർ ശീലിച്ചെടുക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ
അത് വളരെയധികം സഹായിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സലാമുമായി ബന്ധപ്പെട്ട മറ്റൊരു മസ്അലയാണ്, മറ്റൊരു അദബാണ് വീട്ടുകാരോട് സലാം പറയുക എന്നുള്ള കാര്യം. അത് നമ്മൾ ശീലിക്കേണ്ട, നടപ്പിൽ വരുത്തേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുകയാണെങ്കിൽ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും അതുപോലെ തന്നെ പാവനവുമായ ആ ഉപചാരമെന്ന അഭിവാദ്യമെന്ന നിലയിൽ നിങ്ങൾ പരസ്പരം അന്യോന്യം സലാം പറയണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇവിടെ നോക്കൂ, സലാമിന്റെ 3 ഗുണങ്ങളാണ്, അതിന്റെ 3 പ്രത്യേകതകളാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് തഹിയ്യതൻ മിൻ ഇൻദില്ലാ, ആ സലാം എന്നുള്ളത്, ആ സലാം എന്ന അഭിവാദ്യ രീതി അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ആദം അലൈഹിസ്സലാമിനോട് എന്ത് പറഞ്ഞു? ആ കൂട്ടം മലക്കുകളുടെ അടുക്കലേക്ക് പോയി അവരോട് സലാം പറയുക. അതാണ് താങ്കളുടെയും താങ്കളുടെ പിൽക്കാലത്ത് വരുന്ന താങ്കളുടെ മക്കളുടെയും അവരുടെ തഹിയ്യത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞതായി കാണാം. അപ്പോൾ സലാം എന്നുള്ള അഭിവാദ്യ രീതി അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തേത് മുബാറകതൻ, ആ സലാം അത് അനുഗ്രഹീതമാണ്. ആ സലാമിന്റെ പ്രാർത്ഥന അത് ബറക്കത്ത് തേടിക്കൊണ്ടുള്ള, ബറക്കത്ത് ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ തയ്യിബതൻ, ഏറ്റവും വിശിഷ്ടമായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, വാക്കാണ് സലാം എന്ന് പറയുന്നത്. അപ്പോൾ സലാമിന്റെ ഈ 3 പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 3 പ്രത്യേകതകൾ, ഈ 3 ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന സലാമാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് നമ്മൾ പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ബിൻ മാലിക്കിനോട് പറഞ്ഞതായി കാണാം, യാ ബുനയ്യ, അല്ലയോ കുഞ്ഞുമകനെ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫസല്ലിം, നീ അവരോട് സലാം പറയണം. യകുൻ ബറകതൻ അലൈക വ അലാ അഹ്ലി ബൈതിക്, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് ലഭിക്കാൻ, അനുഗ്രഹം ലഭിക്കാൻ അത് കാരണമാണ്, അത് നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു സുന്നത്ത് നമ്മൾ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അടുത്തതായി സലാമുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അവരുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തുന്ന രൂപത്തിൽ ഒച്ചത്തിൽ സലാം പറയാൻ പാടില്ല. മറിച്ച് അവരുടെ ഉറക്കത്തെ നമ്മൾ പരിഗണിക്കണം. ഉറങ്ങുന്ന ആളുകൾ അവരുടെ ആ വിശ്രമത്തെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാമിനെ കുറിച്ച് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫയുസല്ലിമു തസ്ലീമൻ ലാ യൂഖിബു النائമ വയുസ്മിഉ الയഖവാൻ. റസൂലുള്ളാഹി രാത്രി കടന്നു വരുന്ന സന്ദർഭത്തിൽ ഉറങ്ങുന്ന ആളുകളെ ഉണർത്താതെയും അതുപോലെ തന്നെ അവിടെ ഉണർന്നിരിക്കുന്ന ആളുകൾ അവർ കേൾക്കുന്ന രൂപത്തിലുമാണ് സലാം പറയാറുള്ളത്. അഥവാ ഉണർന്നിരിക്കുന്ന ആളുകൾ അവർ കേൾക്കാൻ എത്ര ശബ്ദം മതിയോ അത്രേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദം ഉയർത്തിയിരുന്നുള്ളൂ. അതിനപ്പുറമായി ഉറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദം ഉയർത്തിയിരുന്നില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അടുത്തതായി നമ്മൾ സലാമുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, സലാം പറയുന്നതിന് പകരം, സലാമിന്റെ വാക്ക് അത് ഉച്ചരിക്കുന്നതിന് പകരം വെറും കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. എന്നാൽ സലാമിന്റെ വാക്ക് ലഫ്ളും പറയാം, അതോടൊപ്പം കൈ കാണിക്കുക, അതാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. എന്നാൽ വെറും കൈ കാണിക്കുക എന്നുള്ള രൂപം അത് ജൂതന്മാരുടെ അവരുടെ തഹിയ്യത്തായി ഹദീസുകളിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അവിടുന്ന് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ അവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ അവർ പറഞ്ഞതായി കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർറ ഫിൽ മസ്ജിദി യൗമൻ, റസൂലുള്ളാഹി ഒരു ദിവസം പള്ളിയിലൂടെ നടന്നുപോയി. വഅസബതുൻ മിനൻ നിസാഇ ഖുഊദുൻ, ആ പള്ളിയിൽ കുറച്ച് സംഘം സ്ത്രീകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫഅൽവാ ബിയദിഹി ബിത്തസ്ലീം, റസൂലുള്ളാഹി അവിടുന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് സലാം പറഞ്ഞു. മറ്റു റിവായത്തിൽ കാണാം ഫസല്ലമ അലൈന, റസൂലുള്ളാഹി ഞങ്ങളോട് സലാം പറഞ്ഞു. അപ്പോൾ സലാം അത് വാക്കുകൊണ്ട് പറയുകയും കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യാം. ആ ലഫ്ളും ഇശാറത്തും അത് രണ്ടും ഒരുമിച്ച് നമുക്ക് പറയാവുന്നതാണ്. എന്നാൽ വാക്ക് പറയാതെ വെറും കൈകൊണ്ട് ആംഗ്യം കാണിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ തഹിയ്യത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസിൽ എന്തിന് തെളിവുണ്ട്? അന്യ സ്ത്രീകളോട് സലാം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്നകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യ സ്ത്രീകളോട് സലാം പറയുമ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നു വരുന്നില്ല. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം,
ഒരു അന്യപുരുഷന് അന്യ സ്ത്രീയോട് എപ്പോഴാണ് സലാം പറയൽ അനുവദിക്കപ്പെടുന്നത്? അവൻ ഫിത്നയെ ഭയക്കുന്നില്ല എങ്കിൽ, ആ ഫിത്ന ഉണ്ടാവുകയില്ല, അതൊരു മറ്റൊരു കുഴപ്പത്തിലേക്ക് എത്തിക്കുകയില്ല എന്നവന് ഉറപ്പുണ്ടെങ്കിൽ അവൻ എന്താക്കാം? സലാം പറയാം. അവർ ഉദാഹരണം പറഞ്ഞതായി കാണാം. ഒരു കൂട്ടം സ്ത്രീകളുണ്ട് എങ്കിൽ അവരോട് സലാം പറയാം. അതുപോലെ പ്രായമുള്ള മുതിർന്ന സ്ത്രീകളാണെങ്കിൽ അവരോട് സലാം പറയാം. അതല്ലെങ്കിൽ ഒരു മറക്കപ്പുറമുള്ളവരാണെങ്കിൽ അവരോട് സലാം പറയാം. എന്നാൽ അതല്ലാത്ത സന്ദർഭത്തിൽ ഒരു പ്രായമില്ലാത്ത യുവതിയാണെങ്കിൽ നമ്മൾ ഫിത്നയിൽ അകപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ നഫ്സിന്റെ ഇച്ഛകൾ അവർക്കറിയാവുന്നതാണ്. അത്തരത്തിൽ ഫിത്നകളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അന്യ സ്ത്രീകളോട് സലാം പറയാൻ പാടില്ല. എന്നാൽ അത്തരത്തിലുള്ള ഫിത്നയിൽ നിന്നുള്ള ഒരു നിർഭയത്വം ഉണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിൽ അന്യ സ്ത്രീകളോട് സലാം പറയൽ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഹദീസുകളിൽ നമുക്ക് കാണാം, ഫാഖിദത്തു ബിൻതു അബി ത്വാലിബ് അവർ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിനെ മറപിടിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ആ വന്നിരിക്കുന്ന വ്യക്തി, ആ സ്ത്രീ റസൂലിനോട് ഫസല്ലംതു അലൈഹി, ഞാൻ റസൂലിനോട് സലാം പറഞ്ഞു എന്നവർ രേഖപ്പെടുത്തിയതായി കാണാം. പണ്ഡിതന്മാർ ഇതിൽ നിന്ന് പറഞ്ഞതായി കാണാം, അന്യ സ്ത്രീ ഒരു പുരുഷനോട് സലാം പറയൽ, അതല്ലെങ്കിൽ ഒരു പുരുഷൻ അന്യ സ്ത്രീയോട് സലാം പറയൽ അത് നിരുപാധികം ഹറാമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിലക്കുമായിരുന്നു. അതുകൊണ്ട് സലാം പറയുക എന്നുള്ളത് അത് ഫിത്നകൾ ഭയപ്പെടാത്ത ഘട്ടങ്ങളിൽ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഒരു അടിസ്ഥാന തത്വമുണ്ട്. ദർഉൽ മഫ്സലതി മുഖദ്ദമുൻ അലാ ജൽബിൽ മസ്ലഹ. നമ്മൾ ഒരു സുന്നത്ത് നടപ്പിലാക്കുക, അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ഒരു വലിയ മഫ്സലത്ത് അതുകൊണ്ട് വരുമെങ്കിൽ അതിനെ തടുക്കാനാണ്. നമ്മളൊരു സലാം പറഞ്ഞു, ആ സലാമിൽ ചിലപ്പോൾ ആകൃഷ്ടരായേക്കാം, അതല്ലെങ്കിൽ അവരുടെ സംസാര ശൈലിയിൽ ആകൃഷ്ടരായേക്കാം. സലാമിൽ തുടങ്ങി പിന്നെ അത് ഫോൺ നമ്പറിലേക്കായി, മെസ്സേജുകളിലേക്കായി, കോളുകളായി, അങ്ങനെ അതൊരു വഴിവിട്ട ബന്ധമായി അത്തരത്തിലേക്ക് വളരുമെന്ന് ഭയപ്പാടുണ്ടെങ്കിൽ അത് അവിടെ നിർത്തണം. ആ സലാം പറയുക എന്നുള്ള മസ്ലഹത്തിനേക്കാൾ നമ്മൾ മുന്തിക്കേണ്ടത് ആ മഫ്സദത്തിനെ തടുക്കലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തത് സലാമുമായി ബന്ധപ്പെട്ട് അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമസ്കരിക്കുന്ന വ്യക്തിയോട് സലാം പറയലും അതുപോലെ നമസ്കരിക്കുന്ന വ്യക്തി ആ നമസ്കാരത്തിൽ സലാം അടക്കലും ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നമസ്കാരത്തിൽ സംസാരിക്കപ്പെടുന്നത് അത് വിലക്കുകയുണ്ടായി. ആ ഹുക്മ് അത് നസ്ഖ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമസ്കാരത്തിൽ സംസാരിക്കുക എന്നുള്ളതിൽ അതിൽ എന്തും പെടും? സലാമിന് മറുപടി കൊടുക്കുക എന്നുള്ളതും അതിൽ ഉൾപ്പെടുന്നതാണ്. കാരണം സലാമിന് മറുപടി കൊടുക്കുക എന്നുള്ളത് അതൊരു സൃഷ്ടിയോടുള്ള ഒരു സംസാരമാണ്. അപ്പോൾ നമസ്കാരത്തിൽ സൃഷ്ടികളോടുള്ള മറ്റുള്ളവരോടുള്ള സംസാരങ്ങളൊക്കെ അത് വിലക്കപ്പെട്ടപ്പോൾ അവിടെ സലാം പറയലും വിലക്കപ്പെട്ടതായി കാണാം. എന്നാൽ നിസ്കരിക്കുന്ന വ്യക്തിയോട് അങ്ങോട്ട് സലാം പറയാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുണ്ട്. ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? നിസ്കരിക്കുന്ന വ്യക്തിയോട് അങ്ങോട്ട് സലാം പറയാൻ പാടില്ല, അത് കറാഹത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നിസ്കരിക്കുന്ന വ്യക്തിയോട് സലാം പറയാവുന്നതാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതിൽ ധാരാളം ഹദീസുകൾ അവർ ഉദ്ധരിക്കുന്നതായി കാണാം. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. സുഹൈബിൻ റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മറർതു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യുസല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ അരികിലൂടെ ഞാൻ കടന്നുപോയി. ഫസല്ലംതു അലൈഹി, ഞാൻ റസൂലിനോട് സലാം പറഞ്ഞു. ഫറദ്ദ ഇശാറതൻ, റസൂലുള്ളാഹ് സലാമിന് ആംഗ്യ രൂപത്തിൽ മറുപടി നൽകി എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ സഹാബത്ത് റസൂലിനോട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങോട്ട് സലാം പറഞ്ഞിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമസ്കരിക്കുന്ന വ്യക്തിയോട് നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സലാം പറയാം. അവിടെ നമസ്കരിക്കുന്ന ആളുകൾ മാത്രമാണെങ്കിലും നമുക്ക് എന്താക്കാം? സലാം പറയാവുന്നതാണ്. എന്നാൽ നമസ്കരിക്കുന്ന വ്യക്തി അവരെന്ത് പറയാൻ പാടില്ല? വ അലൈക്കുമുസ്സലാം എന്ന് വാക്കുകൊണ്ട്, ലഫ്ദ് കൊണ്ട് ആ സലാമിന് മറുപടി പറയാൻ പാടില്ല. അപ്രകാരം ആരെങ്കിലും വാക്കുകൊണ്ട് നമസ്കാരത്തിൽ സലാമിന് മറുപടി പറഞ്ഞാൽ അവന്റെ നമസ്കാരം ബാത്തിലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ നമസ്കരിക്കുന്ന വ്യക്തിക്ക് അവന് ഇശാറത്ത് കൊണ്ട്, ആംഗ്യത്തിലൂടെ അവൻ എന്ത് പറയാം? സലാമിന് മറുപടി പറയാവുന്നതാണ്. അതല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവന് വാക്കുകൊണ്ട് തന്നെ ആ സലാം പറഞ്ഞ ആൾക്ക് മറുപടി നൽകാവുന്നതാണ്. എങ്ങനെയാണ് നമസ്കരിക്കുന്ന വ്യക്തി അവൻ എങ്ങനെയാണ് ആംഗ്യ രൂപത്തിൽ സലാം മടക്കേണ്ടത്? അതിന് 3 രൂപങ്ങളാണ് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ രൂപം, ആരെങ്കിലും സലാം പറഞ്ഞാൽ നമ്മൾ കൈപ്പറ്റി അത് താഴേക്ക് കാണിക്കുക, കൈപ്പറ്റി താഴെയാക്കി ഇങ്ങനെ കാണിക്കുക. രണ്ടാമത്തെ രൂപം ഇശാറത്താണ്, വിരൽ ഉയർത്തി കാണിക്കുക. മൂന്നാമത്തെ രൂപം അത് ഇരുത്തത്തിലുള്ള ഘട്ടത്തിലാണ്. ആരെങ്കിലും സലാം പറഞ്ഞാൽ
തല അനക്കിക്കൊണ്ട് നമുക്ക് എന്താക്കാം, സലാം പറയാവുന്നതാണ്. തല ചലിപ്പിച്ചുകൊണ്ട് സലാം പറയാവുന്നതാണ്. ഈ 3 രൂപങ്ങളാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഇത് മൂന്നിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടുന്ന് നമുക്ക് കാണിച്ച് നൽകിയിട്ടുണ്ട്. ഇതാണ് സലാമുമായി ബന്ധപ്പെട്ട് അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. മറ്റൊരു മസലയാണ്, നമുക്ക് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ അതല്ലെങ്കിൽ പരിചയക്കാർക്കോ കുടുംബക്കാർക്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാൾ വഴി സലാം പറഞ്ഞയക്കാം. നീ ഇന്നയാളോട് എന്റെ സലാം പറയണം എന്ന് അത്തരത്തിൽ പറഞ്ഞയക്കുക എന്നുള്ളത് അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ സന്ദർഭത്തിൽ സലാം അടക്കുന്ന വ്യക്തി അവൻ ആ സലാം പറഞ്ഞ വ്യക്തിക്കും ആ സലാം നമുക്ക് അത് എത്തിച്ചു തന്ന ആളിനും മുബല്ലിഗിനും അതുപോലെ തന്നെ മുർസിലിനും അവൻ എന്താക്കണം, മറുപടി കൊടുക്കണം. രണ്ടാൾക്കും മറുപടി കൊടുക്കുക എന്നുള്ളത് അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നി ലഅർജു ഇൻ ത്വാലത് ബി ഹയാതുൻ അൻ ഉദ്രിക ഈസ ഇബ്ന മറിയം. അദ്ദേഹം പറയുകയാണ്, എന്റെ ആയുസ്, എനിക്ക് ധാരാളം ആയുസ് ലഭിക്കുകയാണെങ്കിൽ, എന്റെ ആയുസ് നീണ്ടുപോവുകയാണെങ്കിൽ ഈസ അലൈഹിസ്സലാമിനെ ഞാൻ നേരിൽ കാണാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരാണ് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഫഇൻ അജ്ല ബി മൗതുൻ, ഇനി അദ്ദേഹത്തെ കാണുന്നതിന് മുൻപ് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ, എനിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ, ഫമൻ അദ്റകഹു ഫലിയുഖ്രിഉഹു മിന്നി സലാം, നിങ്ങളിൽ ആർക്കാണോ അദ്ദേഹത്തെ കാണാൻ ഭാഗ്യമുണ്ടാകുന്നത് അവർ അദ്ദേഹത്തോട് എന്റെ സലാം പറയണം എന്ന് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ജാഅ ജിബ്രീലു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു ഖദീജതു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഖദീജ ഉണ്ടായിരിക്കെ അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ യുഖ്രിഉ ഖദീജത സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദീജ ബീവിക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഇന്നല്ലാഹ ഹുവസ്സലാം, അല്ലാഹു അവനാകുന്നു അസ്സലാം. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സലാം എത്തിച്ചു കൊടുത്തതാരാണ്? ജിബ്രീലാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം ആ സലാം എത്തിച്ച ആൾക്ക് അവിടുന്ന് സലാം കൊടുക്കുകയാണ്. വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനും സലാം ഉണ്ടാകട്ടെ. പിന്നീട് റസൂലിന് വേണ്ടി അവിടുന്ന് സലാം പറയുകയാണ്, വഅലൈക്കസ്സലാമു വറഹ്മത്തുള്ളാഹി എന്ന് റസൂലിനും അവിടുന്ന് ഖദീജ റളിയല്ലാഹു അൻഹ സലാം പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ ഒരു രീതി നമ്മളും പാലിക്കേണ്ടതാണ്. നമുക്ക് സലാം പറഞ്ഞയക്കുന്ന ആളുകൾ, അങ്ങനെ ആരെങ്കിലും നമുക്ക് സലാം പറഞ്ഞയച്ചാൽ അത് എത്തിച്ചു തന്ന ആൾക്കും പിന്നീട് ആരാണോ നമുക്ക് സലാം പറഞ്ഞയച്ചത് അയാൾക്കും, അവർ രണ്ടുപേർക്കും നമ്മൾ തിരിച്ച് മറുപടി പറയേണ്ടതുണ്ട്. അതാണ് അതിന്റെ ശരിയായ രൂപമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അവസാനമായി പറയാനുള്ളത് മഅന സലാം, സലാമിന്റെ അർത്ഥം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ ഒരു സഹോദരനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ അവനോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രക്ഷ, സമാധാനം എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അള്ളാഹു താങ്കളെ രക്ഷിക്കട്ടെ, അതാണ് സലാമിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും. രണ്ടാമത്തേത് വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം നിനക്കുണ്ടാകട്ടെ. മൂന്നാമത്തേതോ വബറകാതുഹു, അള്ളാഹു നിനക്ക് നൽകിയ നന്മകളിൽ ബറക്കത്ത് ലഭിക്കട്ടെ. ഈ 3 കാര്യങ്ങളെ തേടിയുള്ള പ്രാർത്ഥനയാണ് സലാം എന്ന് പറയുന്നത്. ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരു വ്യക്തിക്ക് അങ്ങേയറ്റം ആവശ്യമുള്ള കാര്യങ്ങളാണ് സലാമിലൂടെ നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തിന്മകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ വേണ്ടി, അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി, അതുപോലെ അള്ളാഹു അവന് നൽകിയ നന്മകളിൽ അതിൽ വർദ്ധനവ്, അതിൽ ബറക്കത്ത് കൊടുക്കാൻ വേണ്ടി. അതാണ് സലാമിലൂടെ നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇസ്ലാമിലെ ഈ തഹിയ്യത്ത് എന്ന് പറയുന്നത് അതങ്ങേയറ്റം ആശയ സമ്പുഷ്ടമാണ്. ഏത് ഘട്ടങ്ങളിലും, ഏത് സന്ദർഭത്തിലും, ദുഃഖത്തിലും വിഷമത്തിലും, ഏത് ഘട്ടത്തിലും നമുക്ക് നമ്മുടെ സഹോദരന് വേണ്ടി ഇത് പറയാൻ പറ്റുന്നതാണ്. അത് ഇസ്ലാമിലെ തഹിയ്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഒരാൾ വിഷമിച്ചിരിക്കുകയാണ്, അയാളുടെ ഉറ്റ സുഹൃത്ത് അതല്ലെങ്കിൽ അയാളുടെ പിതാവ് അവരൊക്കെ മരണപ്പെട്ടിരിക്കുമ്പോൾ അവിടെയും നമുക്ക് എന്ത് പറയാം? അസ്സലാമു അലൈക്കും എന്ന് പറയാം. അതല്ലെങ്കിൽ അയാൾ സന്തോഷിച്ചിരിക്കുന്ന ഘട്ടത്തിലും ഈ ഒരു പ്രാർത്ഥന നമുക്ക് നിർവഹിക്കാം. ഏത് ഘട്ടത്തിലും നമ്മുടെ സഹോദരനോട് നിർവഹിക്കാൻ പറ്റിയ തഹിയ്യത്താണ് ഇസ്ലാമിലെ തഹിയ്യത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് സലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആദാബുകൾ. രണ്ടാമതായി മുസന്നിഫ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അസ്സാനി, രണ്ടാമത്തെ മര്യാദയാണ്, ഇദാ അറദ്ത ദുഖൂല അലാ അഹദിൻ ഫസ്തഅദിൻ, നീ വല്ലവരുടെയും അടുത്ത് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനോട് നീ അനുമതി ചോദിക്കുക. എന്നിട്ടോ വാഖിഫൻ അൻ യമീനിൽ ബാബി ഔ യസാരിഹി,
വാതിലിന്റെ വലതുവശമോ ഇടതുവശമോ നിന്നുകൊണ്ടായിരിക്കണം നീ അനുവാദം ചോദിക്കേണ്ടത്. ഫഇൻ അദിന ലക ദഖൽത, നിനക്ക് അതിന്റെ ഉടമസ്ഥൻ അനുമതി നൽകിയാൽ നീ അവിടേക്ക് പ്രവേശിച്ചു കൊള്ളുക. വഇൻ ഖീല ലക ഇർജ, നിന്നോട് പറയപ്പെട്ടു ഇവിടുന്ന് പോകൂ അല്ലെങ്കിൽ മടങ്ങിപ്പോകൂ, അല്ലെങ്കിൽ അതേ ആശയത്തിൽ അതേ അർത്ഥത്തിൽ വരുന്ന മറ്റു വാക്കുകളൊക്കെ നിന്നോട് പറയപ്പെട്ടാൽ ഫർജ, നീ അവിടെ നിന്ന് തിരിച്ച് മടങ്ങുകയും ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ മര്യാദയായി ഗ്രന്ഥകാരൻ ഉൾക്കൊള്ളിച്ച കാര്യം. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ പാലിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദയാണ് അടുത്തതായിട്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം. അപ്പോൾ ഒരാളുടെ റൂമിലേക്ക് അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിലേക്ക്, പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭവനങ്ങളാണ്, വീടുകളാണ്. അപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അനുവാദം ചോദിക്കണം. അതല്ലെങ്കിൽ ഒരാളുടെ സ്വകാര്യമായ ഓഫീസുകൾ, അയാളുടെ മുറികൾ, അത്തരം സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുമതി ചോദിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട മര്യാദയാണ്. എന്നാൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടി തുറന്നിട്ട സ്ഥലങ്ങൾ ഉണ്ടാകും, പൊതുവായ ലൈബ്രറികൾ, അതല്ലെങ്കിൽ പൊതുവായ കടകൾ, മാർക്കറ്റുകൾ, അത്തരം സ്ഥലങ്ങളിലും പ്രവേശിക്കുമ്പോൾ എന്ത് വേണ്ടതില്ല, ഇത്തരത്തിൽ അനുവാദം പ്രത്യേകമായി ചോദിക്കേണ്ടതില്ല. എന്നാൽ സ്വകാര്യമായ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിൽ അനുമതി ചോദിക്കുക എന്നുള്ളത് അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഹത്താ തസ്തഅനിസു, തസ്തഅനിസു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹത്താ തസ്തഅദിനു, നിങ്ങൾ അനുവാദം തേടുകയും, വതുസല്ലിമു അലാ അഹ്ലിഹ, ആ വീട്ടുകാരോട് സലാം പറയുകയും ചെയ്യാതെ നിങ്ങൾ എന്താക്കരുത്, മറ്റൊരു വീട്ടിലേക്ക് പ്രവേശിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടേതല്ലാത്ത വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ ഒരു കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പെങ്ങളുടെ വീടായാലും നമ്മുടെ മൂത്താപ്പയുടെ വീടായാലും, അതല്ല നമ്മുടെ അയൽവാസിയുടെ വീടാണെങ്കിലും നമ്മുടെ മറ്റു കുടുംബക്കാരുടെ വീടാണെങ്കിലും ഈ ഒരു കാര്യം അത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അനുമതി ചോദിച്ചുകൊണ്ട് മാത്രമേ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിൽ അനുമതി ചോദിക്കുക എന്നുള്ളതിനെ അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണ്? ഹത്താ തസ്തഅനിസു. തസ്തഅനിസു എന്ന് പറഞ്ഞാൽ, ഇസ്തിനാസ് എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരാൾ അനുമതി ചോദിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ മനസ്സും ആ വീട്ടുകാരുടെ മനസ്സും ഇണങ്ങുകയാണ്. അവൻ അനുമതി ചോദിച്ചിട്ടാണ് വരുന്നത്. എന്നാൽ അനുമതി ചോദിക്കാതെ അതിക്രമിച്ച് കയറുക എന്നുള്ളത് അത് മോശമക്കാരുടെ, അതല്ലെങ്കിൽ അക്രമികളുടെ സ്വഭാവമാണ്. അവർക്ക് എന്തുണ്ടാവില്ല, അവർക്ക് ഒരു നിർഭയത്വം ഉണ്ടാവുകയില്ല ഇത്തരത്തിൽ അനുമതി ചോദിക്കാതെ കടന്നുകൂടുന്ന ആളുകൾ. അതുകൊണ്ട് ഇത്തരത്തിൽ അനുമതി ചോദിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമം വെച്ചത്? എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കാണാം, ഇന്നമാ ജുഇലൽ ഇദ്നു മിൻ ഖിബലിൽ ബസർ. അനുവാദം ചോദിക്കൽ അത് നിയമമാക്കപ്പെട്ടത്, ശറഅാക്കപ്പെട്ടത് അത് നിങ്ങളുടെ ദൃഷ്ടി കാരണത്താലാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ അറിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ വീട്ടിലുള്ള ആളുകൾ അവർ പൂർണ്ണമായും ഔറത്ത് മറച്ചിട്ടായിരിക്കില്ല എല്ലാവരും ഉണ്ടായിരിക്കുക, സ്ത്രീകളൊക്കെ. അപ്പോൾ ഒരാൾ അനുമതി ചോദിക്കാതെ ഇത്തരത്തിൽ വീട്ടിലേക്ക് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ കാണാൻ പാടില്ലാത്തത്, ദീനിയായി ശറഈയായി കാണാൻ പാടില്ലാത്തത്, അതല്ലെങ്കിൽ ആ വീട്ടുകാർ മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം നിയമമാക്കിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അനുമതി ചോദിക്കുക, സിഫത്തുൽ ഇസ്തിഇദാൻ, ആ അനുവാദം ചോദിക്കേണ്ടതിന്റെ രൂപം നമുക്ക് ഹദീസുകളിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഒരിക്കൽ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വീട്ടിലായിരിക്കെ ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നിട്ട് ചോദിച്ചു, അലിജു, ഞാൻ പ്രവേശിച്ചു കൊള്ളട്ടെ? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖാദിമിനോട്, തന്റെ സേവകനോട് പറഞ്ഞു, ഉഖ്റുജ് ഇലാ ഹാദാ ഫഅല്ലിംഹുൽ ഇസ്തിഇദാൻ, നീ അയാളുടെ അടുക്കലേക്ക് പോയി അയാൾ എങ്ങനെയാണ് അനുമതി ചോദിക്കേണ്ടത് എന്ന് അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഫഖുൽ ലഹു, നീ അവനോട് പറയുക, ഖുൽ അസ്സലാമു അലൈക്കും അദ്ഖുൽ, അസ്സലാമു അലൈക്കും, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് അനുമതി ചോദിക്കേണ്ടതിന്റെ രൂപം എന്ന് അയാൾക്ക് താങ്കൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആ വ്യക്തി അത് കേൾക്കുകയും അദ്ദേഹം റസൂലിനോട് അസ്സലാമു അലൈക്കും സലാം പറയുകയും ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അനുമതി കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കലദത്ത് ഇബ്നു ഹൻബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖൽതു അലൈഹി വലം ഉസല്ലിം, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോയി, എന്നിട്ട് സലാം പറയാതെ ഞാൻ പ്രവേശിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇർജ ഫഖുൽ അസ്സലാമു അലൈക്കും അദ്ഖുൽ, നീ മടങ്ങി പോവുക, എന്നിട്ട് സലാം പറഞ്ഞതിന് ശേഷം
ഞാൻ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അനുവാദം ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം, അജ്മഅൽ ഉലമാഉ അന്ന ലിസ്തിഇദാന മശ്റൂഅ്, അനുവാദം ചോദിക്കുക എന്നുള്ളത് അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ന വിഷയത്തിൽ ഇജ്മാഅ് ഉണ്ട്. ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, വസ്സുന്നതു അൻ യുസല്ലിമ വയസ്തഅ്ദിന സലാസൻ, 3 പ്രാവശ്യം സലാം പറയലും 3 പ്രാവശ്യം അനുമതി ചോദിക്കലുമാണ് സുന്നത്ത്. ഫയജ്മഅ ബൈന അസ്സലാമി വൽ ഇസ്തിഇദാൻ, അതുപോലെ സലാമും അനുവാദം ചോദിക്കലും അത് രണ്ടും ഒരുമിച്ച് പറയലാണ് സുന്നത്ത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഖ്തലഫു ഫി അന്നഹു ഹൽ യുസ്തഹബ്ബു തഖ്ദീമു സലാമി സുമ്മ ഇസ്തിഇദാൻ, ആദ്യം സലാമാണോ പറയേണ്ടത്, അതല്ല അനുവാദം ചോദിക്കുകയാണോ വേണ്ടത്, അതല്ല ആദ്യം അനുവാദം ചോദിച്ചതിന് ശേഷം പിന്നീട് സലാം പറയുകയാണോ വേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അസ്സഹീഹു അല്ലദീ ജാഅത് ബിഹി സുന്നഹ് വഖാലഹു അൽമുഹഖിഖൂൻ അന്നഹു യുഖദ്ദിമു അസ്സലാം ഫയഖൂലു അസ്സലാമു അലൈക്കും അദ്ഖുൽ. അദ്ദേഹം പറയുകയാണ്, സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ അവർ പറഞ്ഞിട്ടുള്ള കാര്യം ആദ്യം സലാം പറയുക പിന്നീട് അനുമതി ചോദിക്കുക, അതാണ് അതിന്റെ രൂപമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇനി ഈ സലാം അനുവാദം ചോദിക്കുന്നതിന്റെ അതിന്റെ പൂർണ്ണമായ മറ്റൊരു രൂപമുണ്ട്. അതേതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിന്റെ അടുക്കലേക്ക് പോവുകയാണ്. വഹുവ ഫീ മശ്റൂബത്തില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മശ്റൂബത്തിലായിരുന്നു. മശ്റൂബത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും ഒരൽപ്പം ഉയർന്നുകൊണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലം, അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം, അവിടെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, റസൂലിന് സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും, അവിടെയുള്ള ആളുകൾക്ക് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അയദ്ഖുലു ഉമർ, ഉമറിന് അകത്തേക്ക് പ്രവേശിക്കാമോ, അനുവാദം ചോദിക്കുകയാണ്. ഇതാണ് ഇസ്തിഇദാനിന്റെ പൂർണ്ണ രൂപം. ഇവിടെ ഏതൊക്കെ വന്നു? ആദ്യം സലാം പറഞ്ഞു, പിന്നെ അനുവാദം ചോദിച്ചു, മൂന്നാമത്തേതോ അനുവാദം ചോദിക്കുന്ന ആളുടെ പേരും അവിടെ വ്യക്തമാക്കി. ഈ 3 കാര്യങ്ങളും ഒരുമിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ചാണ് ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഖദ് ജമഅൽ ഇസ്തിഇദാന ബിസ്സലാമി വൽ ഇബാനതി അനിൽ ഇസ്മി വത്തഅരീഫ് വഹുവ കമാലുൽ ഇസ്തിഇദാൻ, അനുവാദം ചോദിക്കേണ്ടതിന്റെ അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം ഇതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ സെയ്ദ് ബിൻ അസ്ലം അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ എന്റെ പിതാവ് എന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എന്നെ അയക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അലിജു, ഞാൻ പ്രവേശിക്കട്ടെ? ആ സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഖുൽ ഹകദ, നീ പ്രകാരം പറയാൻ പാടില്ല, വലാകിൻ ഖുൽ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയുക, സലാം പറയുക ആദ്യം. ഫഇദാ ഖീല വഅലൈക്കും, നിനക്ക് സലാമിന് മറുപടി നൽകപ്പെട്ടാൽ ഫദ്ഖുൽ, നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവിടുന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പോൾ അനുവാദം ചോദിക്കേണ്ടതിന്റെ പൂർണ്ണമായ രൂപമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത്. അടുത്ത മസ്അലയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം, അലിസ്തിഇദാനു ബിദ്ദഖ്, വാതിൽ മുട്ടിക്കൊണ്ട് അനുവാദം ചോദിക്കുക. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നതായി കാണാം, മുട്ടിക്കൊണ്ട് വാതിൽ കതക് മുട്ടിക്കൊണ്ട് അനുവാദം ചോദിക്കുക എന്നുള്ള അധ്യായം. അതിൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കുന്നതിനായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫദഖഖ്തുൽ ബാബ, ഞാൻ റസൂലിന്റെ വാതിൽ മുട്ടി. ആ സന്ദർഭത്തിൽ റസൂൽ ചോദിച്ചു, മൻ ഹാദാ, ആരാണിത്? ഖുൽതു, ഞാൻ പറഞ്ഞു, അന. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനാണ്. ആ സന്ദർഭത്തിൽ റസൂൽ ചോദിക്കുകയാണ്, അന, ഞാൻ. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിരിക്കണം, കഅന്നഹു കരിഹഹു, നബിക്കത് ഇഷ്ടമില്ലാത്തതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആരാണെന്ന്. അദ്ദേഹം പേര് വ്യക്തമാക്കിയില്ല, ഞാൻ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചൊരു കാര്യമാണ്, നമുക്ക് വാതിൽ മുട്ടിക്കൊണ്ട് കടക് മുട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അനുവാദം ചോദിക്കൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വാതിൽ മുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതുപോലെ, ലാ യദുഖുൽ ബാബ ബിഉനുഫിൻ, എന്താക്കരുത്, നമ്മൾ വാതിൽ അത് മിതമായ രീതിയിലാണ് നമ്മൾ അത് മുട്ടേണ്ടത്. അതല്ലാതെ പരുക്കമായി ശക്തമായി ആ വാതിൽ എന്താക്കാൻ പാടില്ല, അടിച്ച് ഉള്ളിലുള്ള ആളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അത്തരത്തിൽ ശക്തമായി അത് അടിക്കാൻ പാടില്ല. അത് ഒരു മര്യാദകേടാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം.
ഇമാം മൈമൂനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന അബാ അബ്ദില്ല യഅനി അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ദഖ്ഖത് അലൈഹി ഇംറഅത്തുൻ ദഖ്ഖൻ ഫീഹി ബഅദുൽ ഉലുഫ്, ഇമാം അഹ്മദിന്റെ വാതിൽ ഒരു സ്ത്രീ വന്ന് മുട്ടുകയുണ്ടായി. അത് സാധാരണ മുട്ടലല്ല, ഒരു ശക്തിയായ ഒരു മുട്ടലാണ്, ശക്തമായ പ്രഹരമാണ് ആ വാതിലിൽ ആ സ്ത്രീ അടിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഇമാം അവറുകൾ കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് പോലീസുകാരുടെ മുട്ടലാണല്ലോ എന്ന് ഇമാം അവറുകൾ അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഇത്തരത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ശക്തിയായ മുട്ടലുകൾ അനുവാദം ചോദിക്കുന്ന സന്ദർഭത്തിൽ പാടില്ല. ഇനി നമ്മൾ അനുവാദം ചോദിക്കേണ്ടത് എവിടെ നിന്നായിരിക്കണം? അതാണ് ഗ്രന്ഥകാരൻ മുഅല്ലിഫ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, വാഖിഫൻ അൻ യമീനിൽ ബാബി ഔ യസാരിഹി, വാതിലിന്റെ വലതുവശമോ അതല്ലെങ്കിൽ ഇടതുവശമോ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ അനുവാദം ചോദിക്കേണ്ടത്. അപ്പോൾ വാതിലിന്റെ മുൻവശത്ത് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅല്ല, സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. മറിച്ച് ഏതെങ്കിലും ഒരു വശത്തേക്ക് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുസ്ർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അതാ ബാബ ഖൗമിൻ ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖാഇ വജ്ഹിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും അവരുടെ വീടിന്റെ വാതിലിന്റെ അടുക്കലേക്ക് എത്തിയാൽ ആ വാതിലിന്റെ മുൻപിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കാറുണ്ടായിരുന്നില്ല. മറിച്ച് വലാകിൻ മിൻ റുക്നിഹിൽ ഐമനി അവിൽ ഐസർ, ആ വാതിലിന്റെ വലതു മൂലയിലേക്കോ അല്ലെങ്കിൽ ഇടതു മൂലയിലേക്കോ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കാറുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് അനുവാദം ചോദിക്കാൻ ചെല്ലുമ്പോൾ അതിൽ ഏത് ഭാഗമാണ് യോജിച്ചത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓരോ വീടിന്റെയും ഘടനയ്ക്കനുസരിച്ച് മാറ്റമുണ്ടാകും. ചിലപ്പോൾ വലതു ഭാഗത്ത് നിന്നാൽ ആ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉള്ളു മുഴുവൻ കാണേണ്ടി വരും. എന്നാൽ ഇടതു ഭാഗത്ത് നിന്നാൽ അങ്ങനെ ഇല്ല എങ്കിൽ ആ സന്ദർഭത്തിൽ എവിടെയാണ് നിൽക്കേണ്ടത്? ഇടതു ഭാഗത്താണ് നിൽക്കേണ്ടത്. അപ്പോൾ ഓരോ വീടിന്റെയും ഘടനയ്ക്കനുസരിച്ച് അതിന്റെ രൂപമനുസരിച്ച് വാതിലിന്റെ ഇടതു ഭാഗത്തോ അതല്ലെങ്കിൽ വലതു ഭാഗത്തേക്കോ നമ്മൾ മാറി നിന്നുകൊണ്ടായിരിക്കണം അനുവാദം ചോദിക്കേണ്ടത് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കാരണം നമ്മൾ വാതിലിന്റെ നേരെ തന്നെ നിൽക്കുക എന്നുള്ളത് ആ വീട്ടിലുള്ള ആളുകൾ അവർ വാതിൽ തുറക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വീട്ടുകാരുടെ സ്വകാര്യതയിലേക്ക് നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ദൃഷ്ടി അത് പതിയാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് വാതിലിന്റെ വശങ്ങളിലേക്ക് മാറി നിന്നുകൊണ്ട് സലാം പറയാൻ, അനുവാദം ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും ആ വ്യക്തി വാതിലിന്റെ നേരെ മുന്നിൽ നിന്നുകൊണ്ട് അനുവാദം ചോദിക്കുകയും ചെയ്തു. ആ വ്യക്തിയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഹാകദാ അൻക ഔ ഹാകദാ, ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, അഥവാ വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ മാറി നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഫഇന്നമൽ ഇസ്തിഇദാനു മിനൻ നബർ, അനുമതി ചോദിക്കുക എന്നുള്ള നിയമം അള്ളാഹു നിയമമാക്കിയത് എന്തിനാണ്? വീട്ടിലുള്ള രഹസ്യങ്ങൾ അത് കാണാതിരിക്കാനാണ്. നിന്റെ കാഴ്ച അത് പതിക്കാതിരിക്കാനാണ് അള്ളാഹു അനുവാദം ചോദിക്കുക എന്ന നിയമം തന്നെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ അനുവാദം ചോദിക്കുന്ന സന്ദർഭത്തിൽ വാതിലിന്റെ രണ്ടാമതൊരു വശത്തേക്ക് മാറി നിൽക്കണമെന്ന് ആ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ വീടിന്റെ മുന്നിലെത്തി വലതു ഭാഗത്തോ അല്ലെങ്കിൽ ഇടതു ഭാഗത്തോ നിന്ന് നമ്മൾ അനുവാദം ചോദിച്ചു, എന്നിട്ട് ആ വീട്ടുകാര് പ്രതികരിക്കുന്നില്ല എങ്കിൽ, അവരിൽ നിന്ന് യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ല എങ്കിൽ ആ വീടിന്റെ ജനലുകളിലൂടെ എത്തി നോക്കുക, അതല്ലെങ്കിൽ വാതിലിന്റെ വിടവിലൂടെ എത്തി നോക്കുക എന്നുള്ളത് അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല, അത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യഹില്ലു ലിംറിഇൻ മുസ്ലിമിൻ അൻ യൻദുറ ഇലാ ജൗഫി ബൈത്തിൻ ഹത്താ യസ്തഅദിൻ, മുസ്ലിമായ ഒരു മനുഷ്യന് അവന് ആ വീട്ടിലുള്ള ആളുകൾ അവർ അനുവാദം നൽകുന്നത് വരെ ആ വീട്ടിലെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് അവന് അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഇനി ആരെങ്കിലും അപ്രകാരം ചെയ്താൽ, അഥവാ വീട്ടിലുള്ള ആളുകൾ അവന് അനുവാദം നൽകുന്നതിന് മുൻപ് അവന് വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയാൽ ഫഖദ് ദഖല, അവന് വീട്ടിലേക്ക് പ്രവേശിച്ചവനെ പോലെയാണ്. കാരണം അനുവാദം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉള്ളിലെ കാഴ്ചകൾ കാണാതിരിക്കാനാണ്. അപ്പോൾ അവൻ ഉള്ളിലേക്ക് കയറാതെ തന്നെ ഇത്തരത്തിൽ ഒളിഞ്ഞു നോക്കിയാൽ അവൻ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറിയവന് തുല്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലിന്റെ മുറിയുടെ വാതിലിന്റെ ഇടയിലൂടെ ഒരാൾ ഒളിഞ്ഞു നോക്കുകയുണ്ടായി. റസൂലിന്റെ കയ്യിൽ റസൂൽ തല ചീവുകയായിരുന്നു. മുടി വാരുന്ന ഒരു ഉപകരണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലായിരിക്കെ ഒരു വ്യക്തി വാതിലിന്റെ ദ്വാരത്തിലൂടെ ഒളിഞ്ഞു നോക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടുത്തെ കയ്യിൽ തല ചൊറിയാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു. ചീർപ്പ് പോലെയുള്ള ഒരു വസ്തുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞു, ലൗ അഅലമു അന്നക തൻതദിറുനി ലതനഅതു ബിഹി ഫീ ഐനൈക്. റസൂലുള്ളാഹി പറയുകയാണ്, നീ എന്നെ ഒളിഞ്ഞു നോക്കുകയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ ഇതുകൊണ്ട് ഞാൻ നിന്റെ കണ്ണിൽ കുത്തുമായിരുന്നു, നിന്നെ കുത്തി വേദനിപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇദ്നു മിൻ ഖിബലിൽ ബസർ. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കണം എന്ന് നിശ്ചയിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഇത്തരത്തിലുള്ള ഒഴിഞ്ഞു നോട്ടം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ദൃഷ്ടിയുടെ വിഷയത്തിലാണ്. അതുകൊണ്ടാണ് അപ്രകാരം അള്ളാഹു നിയമമാക്കിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലൗ അന്ന ഇംറഅൻ ഇത്തലഅ അലൈക ബിഗൈരി ഇദ്നിൻ. നിന്റെ അനുമതി കൂടാതെ ഒരാൾ നിന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി എന്ന് വിചാരിക്കുക. ഫഹദഫ്തഹു ബിഅസാത്തിൻ ഫഫഖഅത ഐനഹു. അങ്ങനെ നീ ഒരു കല്ലെടുത്ത് അവനെ എറിഞ്ഞു, അവൻ നോക്കുന്ന സന്ദർഭത്തിൽ. അങ്ങനെ അവന്റെ കാഴ്ച പോയാൽ ലം യകുൻ അലൈക ജുനാഹുൻ. അള്ളാഹുവിന്റെ പക്കൽ നിനക്ക് അതിന് യാതൊരു ശിക്ഷയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് നമ്മൾ അനുവാദം ചോദിച്ചിട്ടും അനുവാദം ലഭിച്ചില്ല എങ്കിൽ ഇത്തരത്തിൽ ഒളിഞ്ഞു നോക്കുക എന്നുള്ള സ്വഭാവം അത് പഠിപ്പിക്കപ്പെട്ടതല്ല, അത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഗ്രന്ഥകാരൻ പറഞ്ഞു, ഫഇൻ അദിന ലക ദഖൽത. നിനക്ക് ആ വീടിന്റെ ഉടമസ്ഥൻ അനുമതി നൽകിയാൽ നീ പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ പ്രവേശിക്കൂ എന്ന വാക്ക് തന്നെ വേണമെന്നില്ല, മറിച്ച് അതേ അർത്ഥം തോന്നുന്ന മറ്റ് വാക്കുകളോ അത് അറിയിക്കുന്ന പ്രവർത്തനമോ ഉണ്ടായാൽ മതി. ആ കടന്നു വരൂ, അല്ലെങ്കിൽ കയറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? അത് അനുവാദം തന്നെയാണ്. അതല്ലാതെ നിങ്ങൾ പ്രവേശിക്കൂ എന്ന് തന്നെ ആ വാക്ക് തന്നെ വേണമെന്നില്ല. അതിനെ അറിയിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളോ വാക്കുകളോ ഒക്കെ ആയാൽ അത് മതിയാകുന്നതാണ്. ഒരാൾ വാതിൽ തുറന്നു കൊടുത്ത് സ്വീകരിക്കുകയാണ്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ തനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി അനുമതി ചോദിച്ചിട്ട് യാതൊരു പ്രതികരണവും ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് അടുത്തതായിട്ട് പറഞ്ഞത്. വഇൻ ഖീല ലക്. നിന്നോട് പറയപ്പെട്ടു, നീ അനുവാദം ചോദിച്ചു, നിന്നോട് പറയപ്പെടുകയാണ്, ഇർജി, നീ മടങ്ങി പോവുക. ആ സന്ദർഭത്തിൽ നീ എന്ത് ചെയ്യണം? ഫർജി, നീ അവിടുന്ന് മനസ്സംതൃപ്തിയോടുകൂടി നീ അങ്ങനെ മടങ്ങി വരണം എന്നാണ് ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മടങ്ങൂ എന്ന് തന്നെ പറയണമെന്നില്ല, നാളത്തെ പ്രവേശിക്കൂ എന്ന് അതേ വാക്ക് തന്നെ വേണമെന്നില്ല. അയാൾ പറയുകയാണത് നമുക്ക് പിന്നീട് കാണാം, പിന്നീട് സംസാരിക്കാം, എനിക്കിപ്പോൾ സമയമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉദറുകൾ കാരണങ്ങൾ പറയുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? മനസ്സംതൃപ്തിയോടുകൂടി തിരിച്ചു വരണം. അയാൾക്ക് വല്ല ഉദറും ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ അയാൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കില്ല എന്നാണ്, അത്തരത്തിലുള്ള നല്ല വിചാരമാണ് അവനെ കുറിച്ച് നീ വിചാരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അതാണ്, വഇൻ ഖീല ലകും ഉർജിഉ. നിങ്ങളോട് മടങ്ങാൻ പറയപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു പോകണം. ഹുവ അസ്കാ ലകും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾക്ക് നമ്മെ സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അയാളെക്കുറിച്ച് നല്ല വിചാരം വെച്ചുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണ്, നമ്മൾ മടങ്ങിപ്പോരുകയാണ് വേണ്ടത്. അതല്ലാതെ അതിന്റെ പേരിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയോ പിന്നീട് പിണങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഖതാദ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, ചില മുഹാജിറുകളായ ആളുകൾ അവർ ഈ ആയത്ത്, അള്ളാഹുവിന്റെ ഖുർആനിലെ ഈ ആയത്ത്, നിങ്ങളോട് മടങ്ങിപ്പോകാൻ കൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോവുക എന്നുള്ള ആയത്ത്, അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അനുവർത്തിക്കാൻ അവരവരുടെ ആയുസ് മുഴുവൻ പരിശ്രമിച്ചു. പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല. കാരണം അവരോട് ആരും അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അവർ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ആ കൽപ്പന പാലിച്ചുകൊണ്ട് മനസ്സംതൃപ്തിയോടുകൂടി അവർക്ക് തിരിച്ചു പോരാൻ, ആ ആയത്ത് അനുവർത്തിക്കാൻ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇമാം സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, നിന്നോട് മടങ്ങിപ്പോകൂ എന്ന് പറയപ്പെട്ടാൽ ലാ തഖിഫു അലാ അബ്വാബിൻ നാസ്. അതിനുശേഷം നീ അവരുടെ ആളുകളുടെ ജനങ്ങളുടെ വീടിന്റെ വാതിലിന്റെ മുൻപിൽ നീ അവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ തന്നെ ചടഞ്ഞുകൂടാൻ പാടില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇനി അനുവാദം ചോദിക്കേണ്ടത് എത്ര പ്രാവശ്യമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദസ്തഅദന അഹദുകും സലാസൻ ഫലം യുഅ്ദൻ ലഹു ഫൽയർജി. നിങ്ങളിൽ ആരെങ്കിലും 3 തവണ അനുവാദം ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് അനുവാദം ലഭിക്കപ്പെട്ടില്ല എങ്കിൽ അവൻ മടങ്ങിക്കൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, അലിസ്തിഇസാനു സലാസുൻ, അനുവാദം ചോദിക്കുക എന്നത് 3 തവണയാണ്. ഫഇൻ ഉദിന ലക്, നിനക്ക് അനുവാദം ലഭിക്കപ്പെട്ടാൽ നിനക്ക് പ്രവേശിക്കാം. വഇല്ലാ ഫർജി, അതല്ല എങ്കിൽ നീ മടങ്ങേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ അനുവാദം ചോദിക്കേണ്ടത് 3 തവണയാണ്. പണ്ഡിതന്മാർ അവർ പറഞ്ഞതായി കാണാം. ഈ ഒരു കാര്യം ഇക്കാലഘട്ടത്തിൽ ഫോൺ വിളിക്കുന്ന സന്ദർഭത്തിലും നമ്മൾ ഇത് പാലിക്കേണ്ടതുണ്ട്. ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ 3 പ്രാവശ്യമാണ് വിളിക്കേണ്ടത്. ആ 3 പ്രാവശ്യവും അയാൾ എടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് കരുതുക?
അയാൾക്ക് എന്തോ ഒരു തിരക്കുണ്ടാകും, അതല്ലെങ്കിൽ അയാൾ അത് എടുക്കാൻ പറ്റിയ സന്ദർഭത്തിലായിരിക്കില്ല, സാഹചര്യത്തിലായിരിക്കില്ല എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. അത് ഫോൺ വിളിക്കുന്ന സന്ദർഭത്തിലും ഈ ഒരു കാര്യം പാലിക്കേണ്ടതുണ്ട്, ഈ ഒരു മര്യാദ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് എന്നവർ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഈ ഒരു കാര്യം അഥവാ 3 തവണയായിരുന്നു അവിടുന്ന് അനുവാദം ചോദിച്ചിരുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. ഒരിക്കൽ മഹാനായ സഹാബി സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. എന്നിട്ട് അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ സഅദ് ബിൻ ഉബാദ അദ്ദേഹം സലാം മടക്കുന്നുണ്ട് വീട്ടിന്റെ ഉള്ളിൽ വെച്ച്, പക്ഷേ റസൂൽ അത് കേൾക്കുന്നില്ല. റസൂൽ വീണ്ടും സലാം പറഞ്ഞു, അദ്ദേഹം സലാം മടക്കുന്നുണ്ട്, റസൂൽ കേട്ടില്ല. റസൂൽ മൂന്നാമതും സലാം പറഞ്ഞു, അദ്ദേഹം സലാം മടക്കി, റസൂൽ കേട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മടങ്ങുകയാണ്. ഹദീസുകളിൽ കാണാം ലാ യസീദു ഫൗക 3 തസ്ലീമാത്തിൻ, 3 സലാമിന്റെ കൂടുതൽ അധികമായി റസൂൽ വർദ്ധിപ്പിച്ചില്ല. അതിൽ റസൂലിന് അനുവാദം ലഭിച്ചാൽ റസൂൽ പ്രവേശിക്കുകയും അതല്ലാത്ത ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങിപ്പോരാലാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കാന മിൻ ഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തഅദന 3 വലം യുഅദൻ ലഹു ഇൻസറഫ്. 3 തവണയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം ചോദിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ അനുവാദം ലഭിച്ചില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മടങ്ങി പോരാറുണ്ട്. അതാണ് റസൂലിന്റെ ചര്യ, അതാണ്. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം പറയുകയാണ്, വഹുവ റദ്ദുൻ അലാ മൻ യഖൂൽ ഇൻ വന്ന അന്നഹും ലം യസ്മഉ സാദ അലാ 3. ഇതിൽ ആർക്കുള്ള മറുപടിയുണ്ട്? നമ്മൾ 3 തവണ സലാം പറഞ്ഞിട്ടും അവർ കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് 4, 5, 6 തവണയൊക്കെ സലാം പറയുന്ന ആളുകൾ, അവർക്കുള്ള മറുപടി ഇതിലുണ്ട്. റസൂൽ 3 തവണയേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്ത് വിചാരിച്ചില്ല, അവർ കേട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അതിനപ്പുറം അവിടുന്ന് വർദ്ധിപ്പിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ചില ആളുകൾ എന്ത് പറഞ്ഞു, 3 തവണ സലാം പറഞ്ഞിട്ട് വിളി കേട്ടില്ലെങ്കിൽ പിന്നീട് സലാമല്ലാത്ത മറ്റു വാക്കുകൾ കൊണ്ട് പറയാം എന്ന് പറയുന്ന ആളുകൾക്കും ഇതിൽ മറുപടിയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വൽ ഖൗലാനി മുഖാലിഫാനി ലിസ്സുന്ന, ഈ രണ്ട് അഭിപ്രായങ്ങളും അത് സുന്നത്തിനോട് എതിരാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആദാബുകൾ. ഇനിയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് പറയാവുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ അത് അമലാക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.